അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു മോഹം പൊതിച്ചോറ് കഴിച്ചാലോന്ന്. പറയേണ്ട താമസം മമ്മി മുറ്റത്തേക്ക് വാഴയില വെട്ടാൻ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മമ്മീൻ്റെ കയ്യിൽ ഇതാ കത്രിക കത്രിക വെച്ചിട്ടാണ് അമ്മി വാഴയിലൊക്കെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിരുന്നാലും ആവശ്യത്തിനുള്ള വാഴയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ മുറ്റത്ത് തന്നെ വാഴ ഉള്ളതുകൊണ്ട് വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വാഴയിലൊക്കെ കിട്ടി. അതൊക്കെ വാട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പൊതിച്ചോറ് നമ്മൾ ശരിക്കും പൊതിച്ചോറിനുള്ള കറികളൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്നപ്പം ഉള്ളത് വെച്ചിട്ട് പൊതിച്ചോറാക്കിയാലോ എന്ന് വിചാരിച്ചപ്പം ആക്കിയതാണ്. അപ്പം മീനുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ എപ്പോഴത്തെയും കോവയ്ക്ക ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോരും നമ്മൾ ഒഴിച്ചു കേട്ടോ. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇലയിലായതുകൊണ്ട്. പിന്നെ അച്ചാർ വെച്ചു. പിന്നെ ചിക്കൻ കറിയായിരുന്നു. കറീൻ്റെ നമ്മൾ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ചാറൊന്നും ഒഴിച്ചില്ല. ഇലയിലായതുകൊണ്ട് പാടാണല്ലോ ചാറൊക്കെ ഒഴിക്കുമ്പോൾ. അപ്പം നമ്മളുള്ളതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മമ്മി പൊതിഞ്ഞു കേട്ടോ. പൊതിഞ്ഞ് പേപ്പറിലൊക്കെ ആക്കി നമ്മൾ കുറച്ച് നേരം വെച്ചു. നമ്മളൊരു 12:30 ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ തോന്നുന്നത്. അപ്പം നമ്മളൊരു അരമണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു. പിന്നെ ഒരുപാട് വെച്ചാൽ നമുക്ക് അന്ന് തന്നെ തിരിച്ചു പോരണമായിരുന്നു. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എല്ലാവരും വിളിച്ചു കൊടുത്തു കേട്ടോ. ചൂടുക്കും ഇടുകയൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പൊതിച്ചോറ് കഴിക്കൽ. അവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് പ്ലേറ്റിലിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ പൊതി തുറക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടാപ്പി അവിടെ ഇരുന്നിട്ട് എൻ്റെ പൊതിയും കൂടെ ഒക്കെ തുറന്ന് നോക്കുകയാണ്, എൻ്റെ പൊതിയിലും സെയിം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അങ്ങനെ ഞാനും ഇരുന്നു കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലുപരി നമ്മളിങ്ങനെ ഇലയിൽ കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിച്ചു കറക്റ്റ് കഴിക്കാനിരിക്കുന്ന സമയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമണി ഒന്ന് എണീറ്റു കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഇരിക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവളും ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇച്ചാനും കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു മോഹം പൊതിച്ചോറ് കഴിച്ചാലോന്ന്. പറയേണ്ട താമസം മമ്മി മുറ്റത്തേക്ക് വാഴയില വെട്ടാൻ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മമ്മീൻ്റെ കയ്യിൽ ഇതാ കത്രിക വെച്ചിട്ടാണ് അമ്മി വാഴയിലൊക്കെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിരുന്നാലും ആവശ്യത്തിനുള്ള വാഴയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ മുറ്റത്ത് തന്നെ വാഴ ഉള്ളതുകൊണ്ട് വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വാഴയിലൊക്കെ കിട്ടി. അതൊക്കെ വാട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പൊതിച്ചോറ് നമ്മൾ ശരിക്കും പൊതിച്ചോറിനുള്ള കറികളൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്നപ്പം ഉള്ളത് വെച്ചിട്ട് പൊതിച്ചോറാക്കിയാലോ എന്ന് വിചാരിച്ചപ്പം ആക്കിയതാണ്. അപ്പം മീനുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ എപ്പോഴത്തെയും കോവയ്ക്ക ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോരും നമ്മൾ ഒഴിച്ചു കേട്ടോ. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇലയിലായതുകൊണ്ട്. പിന്നെ അച്ചാർ വെച്ചു. പിന്നെ ചിക്കൻ കറിയായിരുന്നു. കറീൻ്റെ നമ്മൾ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ചാറൊന്നും ഒഴിച്ചില്ല. ഇലയിലായതുകൊണ്ട്